ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പറഞ്ഞ മജ്ലിസാണ്. പറഞ്ഞത് ഏഴയായ പാപിയായ കുറ്റവാളിയായ ഞാനാണെങ്കിലും അതാ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നതാണ് ഇവിടെ പ്രധാനം. ആരെ അനുഭവിച്ച കഥകളാണിവിടെ പറഞ്ഞതെന്നാണ് പ്രധാനം. ഖാലിഖായ മാലിക്കായ റബ്ബേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഖൽബിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് നിറച്ചു തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നാട്ടിൽ വഅദിനൊരു കുറവും ഇല്ല. ഓരോ ഉറൂസിനും 10ഉം 20ഉം ദിവസത്തെ വഅദാണ്. വഅദ് പറയാൻ ആളുകൾക്കും കുറവില്ല. എല്ലായിടത്തും നിരത്തിവെച്ച വഅദന്മാരുടെ ലിസ്റ്റാണ്. പക്ഷേ പറയുന്നവരുടെ ഗുണം കുറഞ്ഞുപോയി. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഫലം കുറഞ്ഞുപോയി. തബീബുൻ യുദാവിന്നാസ വഹുവ അലീലു. മാറാരോഗികളായ ഡോക്ടർമാരാണ് ചികിത്സിക്കാൻ വരുന്നത്. പിന്നെ എങ്ങനെയാണ് ചികിത്സ റെഡിയാകുന്നത്? മരുന്ന് തരാൻ പറ്റുന്ന ഡോക്ടർമാര് കുറഞ്ഞുപോയി. പ്രിയമുള്ളവരെ, ഇക്കാലത്ത് നമുക്കൊരൊറ്റ മൂലി നമ്മുടെ കയ്യിലുണ്ട്. രോഗി ഡോക്ടർ രോഗിയായാലും രോഗിയുടെ രോഗം എത്ര വഷളായാലും ഒരാശ്വാസത്തിന് പറ്റുന്ന ഒരൊറ്റ മൂലിയുണ്ട്. അതാണ് മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെക്കുക എന്നത്. കൂട്ടുകാരെ, ദിവസേന എത്ര വാട്സപ്പ് മെസ്സേജാണ് നമ്മൾ വായിക്കുന്നത്, തള്ളുന്നത്. അതുപോലെ എത്രയെത്ര അനാവശ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, പറയുന്നത്. എന്നാൽ ദിവസേന ഒരു 100 സ്വലാത്ത് മാഷാ അല്ലാഹ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴായാലും വേണ്ടില്ല. എന്നാൽ ഈ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടാകാം. എനിക്കറിയുന്ന നല്ല ചെറുപ്പക്കാരുണ്ട്. അവർക്ക് തലപ്പാവിന്റെ പ്രൗഢിയില്ല, വേഷത്തിൽ മൊയ്ലിയാരാണെന്നില്ല. അതാ കഷ്ടപ്പെട്ട് കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന ചെറുപ്പക്കാർ, അവർ കിട്ടുന്ന സമയം മുഴുവൻ സ്വലാത്ത് ചൊല്ലുന്നവരെ എനിക്കറിയാം. ആ ഒരു ചെറുപ്പക്കാരനെ, അക്കൂട്ടത്തിൽ ഒരാളെ ഇപ്പൊ അടുത്ത് ഞാൻ കണ്ടു. അയാള് സന്തോഷം പറഞ്ഞു, ഉസ്താദേ, ഞാനൊരു 2500 സ്വലാത്ത് ദിവസേന ചൊല്ലണമെന്ന് കരുതി. അൽഹംദുലില്ലാഹ്, അങ്ങനെ കുറെ കാലം ചൊല്ലിയപ്പോൾ അത് പൂർത്തിയാക്കാതെ എനിക്ക് കിടക്കാൻ കഴിയൂല. ഞാൻ വീട്ടിൽ ചെന്നാൽ ഭാര്യയുണ്ട് വീട്ടിൽ, എന്നാലും അവളോട് സമ്മതം ചോദിച്ചിട്ട് ഞാൻ സിറ്റ് ഔട്ടിൽ വന്ന് അന്നെന്റെ എണ്ണം പൂർത്തിയായില്ലെങ്കിൽ പൂർത്തിയാക്കിയിട്ടല്ലാതെ എനിക്ക് മനസ്സിനൊരു സമാധാനം വരുന്നില്ല. സ്വലാത്ത് ദായിമാക്കിയത് മുതൽ എനിക്കുള്ള ഒരു മനസ്സമാധാനമുണ്ട്. എനിക്ക് അല്ലാഹു തന്ന ഒരു ബറക്കത്തുണ്ട്. അത് വർണ്ണിക്കാനാവാത്ത ബറക്കത്താണ്. പ്രിയമുള്ളവരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടെന്ന് എന്റെ ജീവിതത്തിൽ ആദ്യം എന്നോട് പറഞ്ഞ ഒരു സാധാരണക്കാരൻ, ഒരു ഹാർഡ്വെയർസിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനാണ്. നോക്കിയപ്പോൾ അയാൾ ഒഴിവുള്ള സമയം മുഴുവനും മാഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ മജ്ലിസിന്റെ ഒരു ബാക്കി പത്രമായി, ഈ കൊല്ലത്തെ ഉറൂസിന്റെ ഒരു സമ്മാനമായി നമ്മളൊരു 10 സ്വലാത്ത് 100 സ്വലാത്ത് ചൊല്ലുന്നവരത് ദായിമായി ചൊല്ലാൻ, ചൊല്ലാത്തവരത് തുടങ്ങാൻ ഒന്ന് തീരുമാനിച്ചാൽ എന്തൊരാനന്ദമാണ്.
ഒന്നാലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഓടിച്ചെല്ലാൻ ഒരു കേന്ദ്രം ഹബീബായ തങ്ങളല്ലേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഒന്നാലോചിച്ചു നോക്കിയേ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ആദ്യമായി സ്വർഗം തുറക്കാൻ പോകുന്നതാരാണ്? ഹബീബായ തങ്ങളാണ്. വമഅഹു ഫുഖറാഉൽ മുഹാജിരീൻ, കൂടെ വരുന്നത് മുഹാജിറുകളായ പാവപ്പെട്ടവരാണെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ? നമുക്കതിൽ പെടാൻ വല്ല യോഗ്യതയും ഉണ്ടോ? ഇല്ല. നമ്മളൊന്നാലോചിച്ചു നോക്കിയേ, ഹബീബായ തങ്ങളുടെ അടുത്തൊന്ന് ചേർന്നു നിൽക്കണമെന്ന് വിചാരിച്ചാൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വിടുമോ? വിടൂല. എന്നാൽ തങ്ങളുടെ ചെരുപ്പൊന്നെടുത്തു വെക്കാൻ നോക്കിയാൽ ഇബ്നു മസ്ഊദ് തങ്ങൾ വിടുമോ? വിട്ടുതരൂല. തങ്ങളുടെ മിസ്വാക്കൊന്നെടുത്തു കൊടുക്കാൻ നോക്കിയാൽ അനസ് ഇബ്നു മാലിക് തങ്ങളും മാറിത്തരുമോ? തരൂല. തങ്ങളുടെ പാറാവുകാരനായി ഒരു വളണ്ടിയറായി നിന്നോട്ടെ എന്ന് വിചാരിച്ചാൽ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ മാറിത്തരുമോ? തങ്ങളുടെ ചുറ്റുവട്ടം ഒന്ന് നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ അമ്മാർ തങ്ങളും യാസിർ തങ്ങളും സൽമാനുൽ ഫാരിസി തങ്ങളും ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് തങ്ങളും തുടങ്ങിയുള്ള സ്വഹാബത്ത് അവര് മാറിത്തരുമോ? അവിടുന്ന് എടുത്തപ്പോൾ വെള്ളം വാങ്ങിയിട്ട് കുടിച്ച് തടകിയ സ്വഹാബത്ത് അവിടുന്നൊന്ന് തുപ്പാൻ ഒരുങ്ങിയാൽ കൈനീട്ടി വാങ്ങി പ്രസാദം കഴിച്ച സ്വഹാബത്ത് അടുത്തുനിന്ന് മാറിത്തരുമോ? മദ്ഹബിന്റെ ഇമാമുകളില്ലേ, ഹദീസിന്റെ പണ്ഡിതന്മാരില്ലേ, രാവൊഴിച്ച് ദർസ് നടത്തി കിതാബ് രചിച്ച ഫുഖഹാക്കളും അഇമ്മത്തുമില്ലേ, അവരെല്ലാം ഓടിച്ചെല്ലും ഇമാമുൽ അശ്അരി തങ്ങളെ അവിടുത്തെ കുറിച്ചുള്ള അഖീദ ശരിപ്പെടുത്താൻ മെനക്കെട്ട ആളാണ്. തങ്ങള് പരിഗണിക്കും. ഇമാമുൽ ബാഖില്ലാനി തങ്ങള് ചെല്ലും, തങ്ങള് പരിഗണിക്കും. അബൂ മൻസൂറിനിൽ മാതുരീദി തങ്ങള് ചെല്ലും, തങ്ങള് സ്വീകരിക്കും. അങ്ങനെ ഇമാമിങ്ങളുടെ വലിയൊരു ലോകം. ഇമാം ഗസാലി തങ്ങളുണ്ട്. ഈ ജീവിതത്തിന്റെ ഒരു സുഖവും അറിയാതെ നാളത്തേക്ക് കാത്തിരുന്ന ഇമാം നബവി തങ്ങളുണ്ട്. അതുപോലെ ഈ ലോകത്തെ ജീവിതം മറന്ന് ഹദീസ് എഴുതിയ ഇമാം ബുഖാരി തങ്ങളുണ്ട്. അവരെല്ലാം പോയി കഴിഞ്ഞാൽ അതാ ഉമറുൽ ഖാദി തങ്ങളുണ്ട്, ബൂസീരി ഇമാം തങ്ങളുണ്ട്. നമുക്കെവിടെയാണ് കൂട്ടരെ ഒരു സീറ്റ് കിട്ടുക? ഇവരെല്ലാം പോയിട്ട് നമുക്കൊരു സീറ്റ് കിട്ടാൻ വല്ല യോഗ്യതയും ഉണ്ടോ? ഒന്നാലോചിച്ചു നോക്കിയപ്പോൾ നമുക്കതിൽ ഇടം കിട്ടാൻ ഒരു വഴിയും കാണുന്നില്ല. അവസാനം റബ്ബിനോടൊന്ന് കേണു പറയാനുള്ളത്, അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ ഒരു അമലും ഇല്ല, ഹബീബായ തങ്ങളുടെ ചാരത്ത് നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ല. പക്ഷേ തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളെ ഒന്ന് കടത്തി തന്നാൽ, അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരു പാപി വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ, റഹ്മത്തായ മുത്തുനബി തങ്ങള് പുറങ്കാലുകൊണ്ട് ആരെയും തട്ടിയിട്ടില്ല, അവിടുത്തെ ശിരസ് മാത്രം തിരിച്ചാരെയും നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഹബീബായ തങ്ങള് അവിടുന്ന് സ്വർഗത്തിന്റെ വഴിയിൽ കിടക്കുന്ന ഒരു അനുയായിയെ കണ്ടാൽ മുന്നോട്ടല്ലാതെ പിന്നോട്ട് തട്ടിക്കളയൂല. അങ്ങനെ തങ്ങളൊന്ന് മുന്നോട്ട് തട്ടിയാൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അതിനെ പിന്നോട്ട് തട്ടൂല. അങ്ങനെയെല്ലാം